ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ റേറ്റിന് നമ്മുടെ ഷീൻ എന്ന് പറയുന്ന ഒരു ആപ്പ്. ഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്ടോക്ക് ഒക്കെ ബാൻ ചെയ്ത് ആ സമയത്താണെന്ന് തോന്നുന്നു. അതുപോലെ ബാൻ ആയി പോയ ഒരു ആപ്പായിരുന്നു. ചൈനീസ് അങ്ങനെ എന്തോ ഒരു ആപ്പാണ്. ആ ആപ്പ് റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഷീൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊരു ഓഫർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അത് അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഭയങ്കര ചെറിയ പൈസയ്ക്ക് കുറച്ച് ഡ്രസ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 15 രൂപയ്ക്കൊക്കെയാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന്. വിത്ത് പ്രൂഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് കൈ കിട്ടിയുള്ള ആ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം. സോ വെൽക്കം ടു മൈ ചാനൽ. പൊട്ടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാനങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. നല്ലൊരു പാക്കേജിലാണ് സാധനം കിട്ടിയേക്കുന്നത്. ഇത്രയും നമ്മൾ റേറ്റ് കുറച്ച് സാധനം വാങ്ങിച്ചപ്പോൾ അതുപോലൊന്നും അല്ല, അവർ എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ് പാക്ക് ചെയ്ത് അയച്ചേക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിലും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഞെട്ടും. ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് ചെയ്യണം എന്ന് തോന്നും. ക്വാളിറ്റി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലൊരു നല്ല പാക്കേജിലാണ് വരുന്നത്. ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഇത് മീഡിയം സൈസിലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത്ത് വരുന്ന കണ്ട്, ഈ ഒരു ലെങ്ത്ത് ഇത്ര ലെങ്ത്ത് വരുന്നുണ്ട്. എനിക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. പീകോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇനി ഞാൻ 30 രൂപയ്ക്കാണ് മേടിച്ചതെന്ന് പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യരുത്. ഗസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു. ഈ ഒരു ടൈം ഇതിന് റേറ്റ് വരുന്നത് 6 രൂപയുള്ളൂ. വെറും 6 രൂപ. 1 രൂപ കോയിൻ 6 കൂടിയാ 6 രൂപ. അത്ര ആയിട്ടുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ആ കൂപ്പൺ എങ്ങനെ കിട്ടുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഷീൻ ഇന്ത്യ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ആപ്പ് കിട്ടും, ഷീൻ ഇന്ത്യ ഫാസ്റ്റ് ഫാഷൻ. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യാൻ നമ്പർ വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ഇമെയിലും നെയിമും ഒക്കെ കൊടുക്കാൻ വരും. അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്ത് കയറാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലോഗിൻ ചെയ്യണം. ഇവിടുത്തെ പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് ചോദിക്കും. അത് ഓണാക്കി കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 1000 രൂപയുടെ ഒരു വൗച്ചർ കിട്ടും. അത് നമുക്കിത് ഇങ്ങനെ ആ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് കോപ്പി ചെയ്യാം. അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവർ കുറച്ച് കാറ്റലോഗിൽ കുറച്ച് പ്രോഡക്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കയറി നോക്കാം. ഒരുപാട് ടൈപ്പിൽ നമുക്ക് ടോപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കാറ്റഗറി നമുക്ക് കൊടുക്കാം. വെയിറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ സൈസിനനുസരിച്ചോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഏത് കാറ്റഗറി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. 699 രൂപയുടെ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. മീഡിയം സൈസാണ്. ആ ഒരൊറ്റ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 6 രൂപ 99 പൈസ ആയത്. പക്ഷേ 7 രൂപ. വേറെ എനിക്ക് ഒരു ഫീസും ഒന്നും വന്നിട്ടില്ല. എനിക്ക് 6 രൂപ ആയിട്ടുള്ളൂ. വിത്ത് പ്രൂഫ് ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നമ്പറൊക്കെ കൊടുത്തത് കൊണ്ട് നമ്പറൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അഡ്രസ്സ് കൊടുക്കണം, പിൻകോഡ്, സ്റ്റേറ്റ്, സിറ്റി, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എമൗണ്ട് പേ ചെയ്യേണ്ടത് 6 rupees ആണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് ഏത് രീതിയിലും എടുക്കാം. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, UPI ഉണ്ട്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. ഞാനിവിടെ UPI ID വെച്ചിട്ടാണ്, GPay വെച്ചിട്ടാണ് പൈസ അടയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1006 രൂപയാണ്. അപ്പോൾ നമ്മുടെ വൗച്ചർ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ആ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യുമ്പോൾ, അതിലൊരു കൂപ്പൺ കോഡ് കിട്ടുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1000 രൂപ കട്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആരും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒരു സംഭവം. അത് മീൻസ് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഡിസ്പ്ലേ ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഡ്രസ്സുകൾ. അത് മാത്രമേ ഈ ഓഫറിന് അവൈലബിൾ ആയിട്ടുള്ളതുള്ളൂ. എല്ലാം ഒന്നും കിട്ടൂല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കൂല. അവർ ഡിസ്പ്ലേ ചെയ്തിട്ടേക്കുന്നത്. പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ട ഡ്രസ്സ് മാത്രമല്ല അടുത്ത ദിവസം ഞാൻ കണ്ടത് കുറച്ചും കൂടെ കളക്ഷൻസ് അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ചെയ്താൽ ഒരു പ്രാവശ്യം ഈ കൂപ്പൺ കോഡ് വർക്ക് ആവുള്ളൂ. പിന്നെ ഇതിന് വാലിഡ് ആയിട്ടൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ കൂപ്പൺ റെഡീം ചെയ്തില്ലെങ്കിൽ
ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓഫർ കിട്ടത്തില്ല. ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒക്കെ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള സാധനമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ക്വാളിറ്റിക്ക് വ്യത്യാസം കാര്യങ്ങളോ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അത് മാത്രമല്ല, ഈ ഒരു ഓപ്ഷൻ ഐഫോണിനാണ് ഉള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതല്ലാതെ ആൻഡ്രോയിഡിനും ഉണ്ട്. ആൻഡ്രോയിഡുകാർക്ക് ഈ ഒരു വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ആൻഡ്രോയിഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും ആൻഡ്രോയിഡിലും കൂടി ട്രൈ ചെയ്തിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ വരാം. എന്തായാലും ഞാൻ കേട്ടതനുസരിച്ച് ഇത് ആൻഡ്രോയിഡിലും വർക്കിംഗ് ആയിട്ട് വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. പക്ഷെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഈ ഓഫർ അൺഅവൈലബിൾ ആവുന്നതിന് മുൻപ് വരെ അവർക്കും പർച്ചേസ് ചെയ്യാമല്ലോ. സോ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID തന്നെ ലിങ്ക് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡമ്മി ഇൻസ്റ്റാഗ്രാം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാതിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി യൂസ് ചെയ്യാത്തൊരു ഇൻസ്റ്റാഗ്രാം ID ആണ് ലിങ്ക് ചെയ്തത്. നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. മെയിൻ അക്കൗണ്ട് ഒരെണ്ണേ ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചെയ്യേണ്ട. നമുക്കറിയില്ല ഇതിൻ്റെ സെക്യൂരിറ്റി എത്രത്തോളം പോസിബിൾ ആണ്. പക്ഷേ ഇനി നിങ്ങളിത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇൻസ്റ്റാഗ്രാമിൽ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ആപ്പ് പെർമിഷൻസ് ആപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ആപ്പ് വെബ്സൈറ്റ് പെർമിഷൻസ് എന്ന് വരും. അതിൽ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഗാലറി 5 ഷീൻ IG എന്ന് പറഞ്ഞിട്ട്, ഷീൻ എന്ന് പറഞ്ഞിട്ടൊരു എന്തായാലും ഒരു ഇതുണ്ടാവും അവിടെ, ഷീൻ IG ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരു ഒരെണ്ണം കിടപ്പുണ്ടാവും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീനിന് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID പിന്നീട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല വിതൗട്ട് യുവർ പെർമിഷൻ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിമൂവ് ആക്കിയിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷീൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഷീൻ എന്ന് പറയുന്ന ആപ്പ് സേഫ് ആണെന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ കണ്ടത്. നമ്മുടെ പ്രൈവസി ഇഷ്യൂസിനൊന്നും പ്രശ്നമില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞത്. ഞാൻ കുറച്ച് തപ്പി നോക്കിയായിരുന്നു. നമുക്ക് സേഫ് ആണെങ്കിൽ മാത്രമല്ല നമുക്കിത് ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇത് ഓക്കെ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആൻഡ്രോയിഡ് വേർഷൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.